ഗുഡ് ഈവനിങ് ആസ്പിറൻസ്, വെൽക്കം ടു എമിനന്റ് IAS. എമിനന്റ് IASന്റെ കീഴിൽ നമ്മൾ ഒരു പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. UPSC കറണ്ട് അഫയേഴ്സ് ഫോർ 2026 ആൻഡ് 2027. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വൈ എമിനന്റ് IAS കറണ്ട് അഫയേഴ്സ്. UPSC കറണ്ട് അഫയേഴ്സ് ഡീപ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു ദിവസം നിങ്ങൾക്ക് 10ഓളം കറണ്ട് അഫയേഴ്സ് ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഒരു ടോപ്പിക്കിനെ അതിന്റെ ഡിഫറെന്റ് ആംഗിൾസിൽ അനലൈസ് ചെയ്യുന്ന ഒരു കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമാണ് ഇത് വരുന്നത്. ജൂൺ 1, 2026 ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസും അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രിലിംസ് ഡീകോഡിംഗ്, ഡീപ് ഡൈവ് ഫോർ മെയിൻസിന്റെ ഒരു അനാലിസിസ് ആൻഡ് പ്രിലിംസുമായി ബന്ധപ്പെട്ടുള്ള MCQ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ന്യൂസ് ഇങ്ങനെയായിരുന്നു: ന്യൂ എവർഗ്രീൻ ട്രീ സ്പീഷീസ് ഡിസ്കവർഡ് അറ്റ് ഷിന്ദർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒരു പുതിയ എവർഗ്രീൻ ട്രീ സ്പീഷീസ് ഡിസ്കവർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള കീവേഡുകൾ, മെയിൻസിന് ആവശ്യമായിട്ടുള്ള അനാലിസിസ്, ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യം: ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കൂട്ടത്തിൽ എമിനന്റ് IAS കേരള എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ ഇൻഫർമേഷൻസും ന്യൂസ് കട്ടിങ്സും എല്ലാം ലഭ്യമാകുന്നതായിരിക്കും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കും. സോ നമുക്ക് ഈ ന്യൂസ് ഒന്ന് ഡീകോഡ് ചെയ്യാം. ന്യൂസ് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ എവർഗ്രീൻ ട്രീ സ്പീഷീസ് ഡിസ്കവർ ചെയ്യപ്പെട്ടു അറ്റ് ഷെന്ദുരുണി. അപ്പോൾ ഇതിന്റെ റെലവൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറയുന്നതിന് മുന്നോടിയായിട്ട് ന്യൂസിന്റെ പോയിന്റുകൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അതായത് നമ്മുടെ ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ചുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള JNTBGRA, ഇവരാണ് ഇതിലെ സയന്റിസ്റ്റ് ആണ് ഈ ഒരു സ്പീഷീസിനെ ഡിസ്കവർ ചെയ്യുന്നത്. ട്രിവാൻഡ്രമാണ് ഇത് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ഡിസ്കവറിംഗ് കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് JNTBGRA എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ്, ഷെന്ദുർണി വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലെ റൈപ്പേറിയൻ ഫോറസ്റ്റിൽ മാത്രം കാണപ്പെടുന്ന ഒരു പുതിയ ട്രീ സ്പീഷീസ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പേരാണ് ഹംബോൾത്തിയ നൈറിയാന എന്ന് പറയുന്നത്. 2010 ഇതിന്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഇനീഷ്യൽ സ്റ്റേജ് വന്നെങ്കിലും 2022 ഒരുപാട് ഇതിന്റെ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ ട്രീ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങിനും വിധേയമായി. അതായത് ട്രീ എന്ന് പറയുന്നതിന്റെ ഒരു മെച്യൂർ സ്റ്റേജിലോട്ട് എത്തി. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദിസ് നെയിം ഹംബോൾത്തിയ നൈറിയാന എന്ന് പറയുന്നത് GM നായരെ ഓണർ ചെയ്തുകൊണ്ടുള്ളതാണ്. ഓക്കെ, ഫോമർ JNTBGRA ഡയറക്ടർ ആയിരുന്നു GM നായർ. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് നൈറിയാന എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കീവേഡാണ് ഹംബോൾത്തിയ നൈറിയാന റീസെന്റ് സീൻ ന്യൂസ്. ഇത് ന്യൂസിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള രീതിയിൽ കീവേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നേക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കരുത്. അപ്പോൾ ഈ ടേം അറിഞ്ഞിരിക്കാം. പിന്നെ ഇവിടെ നീല കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷെന്ദുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നൗ ഇവിടെ ഈ ന്യൂസിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ജസ്റ്റ് ശ്രദ്ധിക്കുക. ഒരു എക്സിറ്റീവ് കൺസർവേഷൻ രീതിയാണ് ഇവർ പാലിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമ്മൾ ബേസിക് ആയിട്ട് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ പഠിക്കുന്നതാണ് എന്താണ് ഇൻസിറ്റീവ് കൺസർവേഷൻ, എന്താണ് എക്സൈറ്റ്. അപ്പൊ അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ നിന്നും പുറമേ കൊണ്ടുവരുന്നതിനാണ് എക്സൈറ്റ് എന്ന് പറയുന്നത്. കാട്ടിൽ നിന്നുള്ളതിന് മാറ്റിയിട്ട് ലബോറട്ടറി കണ്ടീഷനിൽ കൊണ്ടുവരാണെങ്കിൽ അതിനെ എക്സൈറ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കും. ഓക്കെ, നൗ ഈ ന്യൂ സ്പീഷീസ് ആയിട്ട് ഇതിനെ കൺഫേം ചെയ്തിട്ടുണ്ട് ഇൻ ദ പ്രോസസ് ഓഫ് കോംപ്രഹെൻസീവ് മോർഫോളജിക്കൽ അസസ്മെന്റ് ഓഫ് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ്. അതായത് നമുക്ക് ഇതൊരു പുതിയൊരു സ്പീഷീസ് ആണെന്ന് കാണാൻ വേണ്ടി ഇവര് കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും. അതാണ് മോർഫോളജിക്കൽ അസസ്മെന്റ് ഓഫ് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൽ നിന്നും പ്രിലിംസിന് എടുക്കേണ്ട മറ്റു ചില പോയിന്റുകൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദിസ് ഈസ് സ്ട്രിക്ട്ലി എൻഡമിക് ടു കേരള. കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസ് ആണ്. ആൻഡ് നോട്ട് ഓൺലി ഫ്രം അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യാമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഷെന്ദുരിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഈ ഫീൽഡ് സർവേ പറയുന്നത് ഇതൊരു ഫ്രഗൈൽ വൈൽഡ് പോപ്പുലേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ഇതിനെ ഡാറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഷെന്ദുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി അറിഞ്ഞിരിക്കണം. ഈ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹംബോൾത്തിയ നൈറിയാന എന്ന് പറയുന്ന പേര് അറിഞ്ഞിരിക്കണം. ഇൻസിറ്റു ആൻഡ് എക്സൈറ്റീവ് കൺസർവേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ എൻഡമിക് സ്പീഷീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം.
ദെൻ ഡാറ്റ ഡെഫിഷ്യൻസ് അല്ലെങ്കിൽ IUCN റെഡ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സോ ഷാൾ വി ഗോ ടു ദാറ്റ്? യെസ്. സോ അതിൽ ഡീകോഡ് പ്രിലിംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ചാണ്. ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് ഓഫ് കേരളയാണ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരളത്തിൽ രണ്ട് ബയോസ്ഫിയർ റിസർവ്സ് ആണുള്ളത്. ഒന്ന് അഗസ്ത്യമലൈ, മറ്റൊന്ന് നീലഗിരി. അതിൽ അഗസ്ത്യാർ ബയോസ്ഫിയർ റിസർവ്സിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അപ്പൊ സദേൺ വെസ്റ്റേൺ ഗട്ട്സിലാണ് അഗസ്ത്യമലൈ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ വീണ്ടും ഒരു ചോദ്യം ഉണ്ട്, എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് എന്നുള്ളത്? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതാണ് പ്രിലിംസിന് ആവശ്യമായിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വെസ്റ്റേൺ ഗട്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സദേൺ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അവിടെ കിട്ടും. ഓക്കെ. ദെൻ ഇസ് എൻ ഇമ്പോർട്ടന്റ് ടൈഗർ ആൻഡ് എലിഫന്റ് കോറിഡർ. നമുക്കറിയാം കേരളത്തിൽ ടൈഗറും എലിഫന്റും നല്ലതുപോലെ കാട്ടില് ഉണ്ട് എന്നുള്ളതും ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വരുന്ന ആൾക്കാരാണ് എന്നുള്ളതും നമുക്കറിയാം. ഓക്കെ. സോ ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശെന്തുർണി. ഓക്കെ, ഇതെന്താണ്? അഗസ്ത്യമലൈ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുകയും ചെയ്യാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ശെന്തുർണിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏതൊക്കെ ബയോസ്ഫിയർ റിസർവ്, ഇത് പ്രിലിംസിന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവ്സ് ആണ് വരുന്നത്. ഒന്ന് നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ്. അത് 1986 അത് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഫാക്ട് അടക്കം പഠിക്കുന്നത് നന്നാകും, കാരണം പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും. ആൻഡ് ഈസ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് സ്പ്രെഡ് അക്രോസ് കേരളത്തിലുണ്ട്, തമിഴ്നാട് ആൻഡ് കർണാടക, 3 സ്റ്റേറ്റിലാണ് വരുന്നത്. ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കാം. നിങ്ങൾക്കറിയാം കേരളം, തമിഴ്നാട്, കർണാടക ബോർഡർ റീജിയനിലായിട്ട് വരുന്നതാണ്. ഇതിന്റെ ടോട്ടൽ ഏരിയ 5520 സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ ഇതിന്റെ 1455 എന്ന് പറഞ്ഞാൽ 1455 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് കേരളത്തിൽ വരുന്നത്. അപ്പോ നിങ്ങളോട് ചോദിക്കണം, നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഈസ് ഹാവിംഗ് മോർ ലാൻഡ് ഏരിയ ഇൻ കേരള എന്നൊക്കെ പറഞ്ഞു തരുവാണെങ്കിൽ തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എവിടെയാണ്? തമിഴ്നാട്ടിലായിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദിസ് നീലഗിരി ഈസ് വെരി ഫേമസ് ഫോർ നീലഗിരി താർ, ഏഷ്യൻ എലിഫന്റ്, ബംഗാൾ ടൈഗർ, ലയൺ ടൈൽഡ് മക്കാക്ക്, സിംഹവാലക്കുരൻ. ആൻഡ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. MAB പ്രോഗ്രാം എന്ന് പറയുന്ന മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ഉണ്ട്, യുനെസ്കോയുടെ പ്രോഗ്രാമാണ്. അതില് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സൈറ്റാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വൺസ് അഗൈൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചില പോയിന്റുകൾ. ഇന്ത്യയുടെ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 1986 ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സ്റ്റേറ്റുകളിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ടോട്ടൽ 5000 ഉണ്ടെങ്കിൽ അതിൽ 1455 മാത്രമേ കേരളത്തിൽ വരുന്നുള്ളൂ. ഇനി യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബയോസ്ഫിയർ റിസർവ് കൂടിയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് എന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് വെരി ഫേമസ് ഫോർ നീലഗിരി താർ, ഏഷ്യൻ എലിഫന്റ്, ബംഗാൾ ടൈഗർ, ലയൺ ടൈൽഡ് മക്കാക്കു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. ഇനി നമ്മുടെ ന്യൂസിലുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർ മലൈ ബയോസ്ഫിയർ റിസർവ്. അതാണ് കേരളത്തിലെ രണ്ടാമത്തെ ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യാർ മലൈ ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഒഫീഷ്യലി അംഗീകരിക്കുന്നത് 2016 കേരളത്തിലും തമിഴ്നാട് ബോർഡർ റീജിയനിലായിട്ടാണ് സ്പാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ചിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആണ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്നതാണ് ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങിയിട്ടുള്ളതല്ല. ഓക്കെ, ഇവിടെയാണ്, അതായത് ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ അകത്താണ് കാണി ട്രൈബ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ട്രൈബൽ കമ്മ്യൂണിറ്റി ഉള്ളത് എന്നുള്ളതും ഒന്ന് അറിഞ്ഞു. ഓക്കെ, കനി അല്ലെങ്കിൽ കാനി. ഓക്കെ, വാട്ട് ഓഫ് ദിസ്? സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നൗ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അതർ കീവേഡ്സ് ഫൗണ്ട് ഫ്രം ദിസ് പെർട്ടിക്കുലർ ന്യൂസ്. ഈ ന്യൂസിൽ നിന്നും കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില ന്യൂസുകൾ നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കീവേഡുകൾ നമുക്ക് ഇതിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, നമ്മുടെ സെന്ററിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. രണ്ടാമത്തത്, ഇവിടെ അമ്പോറ്റിയ നൈറിയ എന്നുള്ള ടെർമിനോളജി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് ശെന്തുർണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാലാമത് എക്സൈറ്റു എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഷ്യസ് എൻഡമിക് ടു കേരള എന്ന് പറയുമ്പോൾ എൻഡമിക് എന്നുള്ള വാക്കോടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ IUCN റെഡ് ലിസ്റ്റ് വരുന്നുണ്ട്, ഡാറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ കീ ടേംസ് ഈ ന്യൂസിലുള്ളതാണ്.
ഈ ന്യൂസിലുള്ള ടേംസിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കോംപ്രഹെൻസീവ് കറണ്ട് അഫയേഴ്സ് പ്ലാറ്റ്ഫോം ആണ് എമിനന്റ് IASന്റെ ഈ കറണ്ട് അഫയേഴ്സ് സീരീസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ കണ്ടിന്യൂ യുവർ ഡിസ്കഷൻ. എൻഡമിക് സ്പീഷ്യസ്. അപ്പൊ എന്താണ് ഈ എൻഡമിക് സ്പീഷ്യസ് എന്നുള്ളതാണ് പറയുന്നത്. എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ദാറ്റ്സ് എ സ്പീഷ്യസ് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ എ ഡിഫൈൻഡ് ജോഗ്രഫിക്കൽ ഏരിയ. ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മാത്രമേ കാണൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന് നോക്കിക്കേ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു നീലഗിരി താർ. ഇത് അങ്ങ് കാശ്മീരിൽ കാണോ? ഇല്ല. കാരണം എന്താ? ഇത് നീലഗിരി താറാണ്. അത് നീലഗിരിയിൽ മാത്രമുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. അതിനാണ് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ ഹാസ് അറൌണ്ട് 33% എൻഡമിക് ഫ്ലോറ ഇൻ വെസ്റ്റേൺ ഗട്ട്സ്. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളോട് മെയിൻസിന് ചോദിക്കാൻ വേണ്ടി പോകുന്നത് വെസ്റ്റേൺ ഗട്ട്സിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് അത് 33% എൻഡമിക് സ്പീഷ്യസിന്റെ ലാൻഡാണ്. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത് വൺ ഓഫ് വേൾഡ്സ് 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഓക്കെ, അത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് വരുന്നത്. ബാക്കി നമുക്ക് എൻവയോൺമെന്റിന്റെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് കണക്ട് ചെയ്ത് ഒരുപാട് മണിക്കൂറിന്റെ ക്ലാസ്സസ് എടുക്കാനുള്ള കോണ്ടന്റ് ഒക്കെ ആക്ച്വലി ഉണ്ട്. അപ്പൊ എൻഡമിക് സ്പീഷ്യസ് ആണ് സ്പീഷ്യസ് ഫൗണ്ട് ഇൻ എക്സ്ക്ലൂസീവ്ലി ഇൻ എ ഡിഫൈൻഡ് ജോഗ്രഫിക്കൽ ഏരിയ എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിൽ ചെന്തുരുണിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു സ്പീഷ്യസിനെ കുറിച്ചാണ് ഇപ്പൊ ന്യൂസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രിലിംസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതേപോലുള്ള മറ്റൊരു കീ ടെർമിനോളജിയാണ് റൈപ്പേറിയൻ ഫോറസ്റ്റ് ഓഫ് ചെന്തുരുണി എന്നാണ് ന്യൂസിലുള്ളത്. ഓക്കെ, ന്യൂസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ് റൈപ്പേറിയൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ്സ് എ ഫോറസ്റ്റ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഓർ സ്ട്രീംസ്. നദികൾക്ക് അടുത്തുള്ള കാടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഹൈലി മോയ്സ്ചർ ആയിരിക്കും, ഡെൻസ് ആയിട്ട് വളരെ ഡെൻസ് കനോപ്പി ആയിരിക്കും, റിച്ച് ഇൻ എൻഡമിക് സ്പീഷ്യസ്. അപ്പൊ റൈപ്പറിൻ ഫോറസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബേസിക്കിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കൽ വളരെ നിർബന്ധവുമാണ്. വൺസ് അഗൈൻ, നദിയുണ്ട്, തൊട്ടപ്പുറത്ത് വലിയ കാടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഹൈലി മോയ്സ്ചർ ആയിരിക്കും, ഡെൻസ് ആയിട്ടുള്ള കനോപ്പി സിസ്റ്റം ആയിരിക്കും, വളരെ തിക്കായിട്ട് നിൽക്കുന്ന മരങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. റിച്ച് ഇൻ എൻഡമിക് സ്പീഷ്യസ്. അവിടെ ഒരുപാട് എൻഡമിക് സ്പീഷ്യസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദീസ് റീജിയൻസ് ആർ എക്കോളജിക്കലി സെൻസിറ്റീവ്. അതായത് ഈ പ്രദേശങ്ങൾ നശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള സ്പീഷീസും നശിക്കപ്പെടും. ഓക്കെ, സോ ഹാബിറ്റേറ്റ് ലോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോ ആ എൻവയോൺമെന്റൽ ഇഷ്യൂ വരുന്ന സമയത്ത് എക്കോളജിക്കൽ ആയിട്ടുള്ള സെൻസിറ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകുന്നതാണ്. അപ്പൊ റൈപ്പറിൻ ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, എൻഡമിക് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ്. ആ ഒരു തീമിൽ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്ന്, നമ്മൾ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, 2 നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 3 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. 4ാമത്തത് എൻഡമിക് സ്പീഷ്യസ്. 5ാമത് റൈപ്പേറിയൻ ഫോറസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിലിംസ് സ്പെസിഫിക്കലി പഠിച്ചു. ഇനി നമ്മൾ മെയിൻസ് ഡീപ് ഡൈവ് എന്ന് പറയുന്ന രൂപത്തിലോട്ട് നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്തിലോട്ട് പോവാണ്. വാട്ട് യു മീൻ ബൈ വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്രൈസിസ് ദർ. ഇത് മെയിൻസിന് സിഗ്നിഫിക്കന്റ് ആണ്. ഇറ്റ്സ് കംസ് അണ്ടർ GS3. GS3 ഓഫ് മെയിൻസിൽ വരുന്നതാണ് ഈ ഒരു ടോപ്പിക്. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് പഠിപ്പിച്ചു നോക്കാം. സോ വൈ വെസ്റ്റേൺ ഗട്ട്സ് മാറ്റേഴ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 1988 നോർമൻ മേയേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്സ് ഗ്ലോബലി എന്ന പേരിൽ ഇടം പിടിച്ച ഒന്നാണ്. ലോകത്തുള്ള 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിൽ ഒന്നാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഈവൻ നമ്മൾ ജസ്റ്റ് തൊട്ട് മുന്നേ പറഞ്ഞു അറൌണ്ട് 33% ഓഫ് എൻഡമിക് സ്പീഷീസ് അതെവിടെയുണ്ട്? വെസ്റ്റേൺ ഗട്ട്സിലുണ്ട് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് സ്പാൻസ് ഫോർ 6 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇവിടെ നമ്മൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ താഴ്ഭാഗം ഇവിടെ നിന്ന് ആരംഭിക്കും, എന്നിട്ട് തമിഴ്നാട് വരേക്കും സ്പ്രെഡ് ആവുന്നുണ്ട്. ഇവിടെ ഗുജറാത്ത് ഉണ്ട്, ഇവിടെ മഹാരാഷ്ട്ര ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഗോവയുടെ ഭാഗം വരുന്നുണ്ട്, ഇവിടെ കർണാടക വരുന്നുണ്ട്, ഇവിടെ കേരളം വരുന്നുണ്ട്, ഇവിടെ തമിഴ്നാട് വരുന്നുണ്ട്. ആ റീജിയൻ നോക്കുന്ന സമയത്ത് 6 സ്റ്റേറ്റുകളിലൂടെയാണ് വെസ്റ്റേൺ ഗട്ട്സ് കടന്നു പോകുന്നത്. ആൻഡ് ഹോം ടു അറൌണ്ട് 30% ഓഫ് ഓൾ പ്ലാന്റ്, ഫിഷ് ആൻഡ് ഹെർപ്റ്റോഫോണ, ബേർഡ് ആൻഡ് മാമൽ സ്പീഷീസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടോട്ടൽ സ്പീഷീസ് കണക്കെടുത്ത് നോക്കുമ്പോൾ അറൌണ്ട് 30% ഇവിടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ആൻഡ് 1700+ എൻഡമിക് സ്പീഷീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യയിൽ വെറും ലെസ് ദാൻ 500 എൻഡമിക് സ്പീഷീസ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് തരുവാണെങ്കിൽ തെറ്റാണ്.
അപ്പൊ അങ്ങനെ സെൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ നമ്പർ മനസ്സിലാക്കിയാൽ മതി. നോ നീഡ് ടു ബൈ ഹാർട്ട് ദ എക്സാക്ട് നമ്പർ. ഓക്കെ, കാരണം ഓരോ ദിവസത്തെ കണ്ടെത്തുന്ന ശ്രമത്തിലാണ് സയന്റിസ്റ്റുമാരുള്ളത്. അറൌണ്ട് ഒരു 2000 എൻഡമിക് സ്പീഷീസ് ഉണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, മനസ്സിലായോ? പക്ഷെ നമ്പർ കുറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി അത് കൂടുതൽ മനസ്സിലാക്കാത്ത ഒരു ആസ്പിറന്റ് മാത്രമേ തെറ്റിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്ത്യയിൽ അത്യാവശ്യം എൻഡമിക് സ്പീഷീസ് ഉണ്ട് എന്നുള്ളതും അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു റീജിയൻ വെസ്റ്റേൺ ഗട്ട്സ് ആണ് എന്നുള്ളതും ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ വെസ്റ്റേൺ ഗട്ട്സിന്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്. ഇനി വെസ്റ്റേൺ ഗട്ട്സിന്റെ മറ്റു സിഗ്നിഫിക്കൻസ് എന്താണ്? മൺസൂൺ റെയിൻഫോളിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ബാരിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് മിനറൽസ് ആൻഡ് റിസോഴ്സസ് ഉണ്ട്. ഇങ്ങനെ പല സിഗ്നിഫിക്കൻസും നമുക്ക് വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് എൻവയോൺമെന്റൽ പെർസ്പെക്റ്റീവ് മാത്രമാണ് സംസാരിച്ചത്. നൗ, ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ ബയോഡൈവേഴ്സിറ്റി അതിന് കുറച്ച് ത്രെഡുകൾ ഉണ്ട്. ദിസ് ഈസ് സംതിങ് വെരി കോമൺ ടു മോസ്റ്റ് ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഒന്ന് എൻക്രോച്ച്മെന്റ് ആണ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ ആണ്. മരങ്ങൾ വെട്ടിക്കളയുക അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ കുറയുക എന്നുള്ളത് പ്ലാന്റേഷന് വേണ്ടി അഗ്രികൾച്ചറിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പീഷ്യസിന് എന്ത് ചെയ്യും? അവിടെയുള്ള സ്പീഷ്യസിന് ആ ഒരു നാച്ചുറൽ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ആനകള് നാട്ടിലോട്ട് വരുന്നത്, മറ്റു മൃഗങ്ങൾ നാട്ടിലോട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് ലീനിയർ ഇൻഫ്രാസ്ട്രക്ചർ കട്ടിംഗ് ത്രൂ ക്രിട്ടിക്കൽ കോറിഡോർസ്. ഇപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ വയനാട് നമ്മൾ ഒരു കോറിഡോർ തുറക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ദർ ഇസ് എൻവയോൺമെന്റൽ കൺസേൺസ്. അത് ഈ ഒരു പേര് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുമ്പോൾ സംടൈംസ് വി ഹാവ് ടു ഗോ ഫോർ സം കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. അത് നമ്മൾ എൻവയോൺമെന്റിന്റെ മറ്റു ചില ടോപ്പിക്കുകളുമായിട്ട് ഇന്റർലിങ്ക് ചെയ്ത് പഠിക്കും. ഓക്കെ, പിന്നെ ഇൻവേസീവ് ആയിട്ടുള്ള ഏലിയൻ സ്പീഷീസ് ഉണ്ട്. ലാൻഡാന, സെന്ന സ്പെക്ടാബിലിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്പീഷീസ് ഉണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള ചില ചെടികളാണ്. ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനത്തെ ഇൻവേസീവ് ആയിട്ടുള്ള അപകടകാരികളായിട്ടുള്ള പുറത്തുനിന്ന് വന്നിട്ടുള്ള ചില സ്പീഷീസ് ഉണ്ട്. അത് അതർ സ്പീഷീസിനെ വളരാൻ സമ്മതിക്കില്ല. ദെൻ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ദെൻ മൈനിങ് ആൻഡ് കോറിങ്. മനുഷ്യനാൽ ഉണ്ടാക്കുന്ന ചില ഇഷ്യൂസ് എന്ന രീതിയിൽ മൈനിങ് ആൻഡ് കോറിങ് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് റൈപ്പേറിയൻ ഹാബിറ്റേറ്റ്. നമ്മൾ പറഞ്ഞു റൈപ്പേറിയൻ ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നദികളുണ്ട്, നദികൾക്ക് അടുത്ത് തന്നെ വളരെ ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട് എന്നുള്ള രൂപത്തിലോട്ടാണ്. പക്ഷെ ഇൻ കേസ് അങ്ങനെ അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് തന്നെ തകർക്കപ്പെടും. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രാഗ്മെന്റേഷൻ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ചലഞ്ച് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ റെലവൻസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞു, അത് നേരിടുന്ന ചില പ്രധാനപ്പെട്ട ചലഞ്ചുകൾ പറഞ്ഞു. ഇനി ഇപ്പൊ നമ്മൾ ന്യൂസിൽ വന്നിരിക്കുന്ന എന്താണ്? ഒരു ന്യൂ സ്പീഷീസിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ഇവിടുന്ന് പഠിക്കേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ടേക്ക് അവേ പോയിന്റ്സ്? അപ്പൊ വൈ ന്യൂ സ്പീഷീസ് ഡിസ്കവറി മാറ്റേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഇൻഡിക്കേറ്റ്സ് ദ ഹെൽത്ത് ഓഫ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ അവിടെ പുതിയ ഗ്രോത്ത് സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പോഴും വി ആർ യെറ്റ് ടു ഡിസ്കവർ മോർ തിങ്സ്. സോ റിച്ച് ആണ്, അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഹെൽത്ത് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു ന്യൂ സ്പീഷീസ് കണ്ടെത്തുമ്പോൾ ഒരു പുതിയ ഒരു ഹെൽത്ത് ഓഫ് എക്കോസിസ്റ്റത്തിന്റെ പോസിറ്റീവ് ആണ് കാണിക്കുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടൈം ദാറ്റ്സ് ഓൾസോ ഷോസ് ദ ഗ്യാപ്സ് ഇൻ ഡോക്യുമെന്റേഷൻ. നമ്മൾ ബോട്ടാണിക്കൽ ആയിട്ടുള്ള സർവേയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പോഴും ചില ഗ്യാപ്പുകൾ ഉണ്ട്. ഇപ്പോഴും നമുക്ക് കറക്റ്റ് എണ്ണാൻ പറ്റിയിട്ടില്ല ഇന്ത്യയിൽ എത്ര എൻഡമിക് സ്പീഷീസ് ഉണ്ട്, ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഫ്ലോറ ആൻഡ് ഫോണ ഉണ്ട് എന്നുള്ളതൊക്കെ. ആ ഒരു ഡോക്യുമെന്റേഷൻ ഗ്യാപ്പ് ഇപ്പോഴും കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് ഇംപ്ലിക്കേഷൻ ഫോർ ബയോ പ്രോസ്പെക്ടിങ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഏതൊരു സസ്യത്തിനും ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഔഷധ ഗുണം ഉണ്ടാവും. അതിന് നല്ലതുപോലെ റിസർച്ച് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ. എസ്പെഷ്യലി ദീസ് ന്യൂ സ്പീഷീസ് കംസ് അണ്ടർ ദ ഫാമിലി ഓഫ് ഫാബേഷി. ഫാബേഷി എന്ന് പറയുന്നത് മെഡിസിനലി റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ മെഡിസിനലി റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ പുതിയൊരു അംഗം വരുമ്പോൾ, ഒരു പുതിയ സ്പീഷീസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും. അതാണ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ഓർ മെഡിസിനൽ വാല്യൂ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദാറ്റ്സ് ഓൾസോ റൈസസ് ക്വസ്റ്റ്യൻസ് ഓൺ ഡാറ്റ ഡെഫിഷ്യന്റ് സ്പീഷീസ് പ്രൊട്ടക്ഷൻ. അല്ലെ, IUCN ഡാറ്റ ഡെഫിഷ്യന്റ് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഡാറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇത് വേണ്ടത്ര എണ്ണം ഇല്ല, അല്ലെങ്കിൽ വേണ്ടതുപോലെ കണ്ടെത്തിയിട്ടില്ല. സോ ദർ ഇസ് എ ഹൈ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ ദിസ് വൺ. അപ്പൊ ഇതിന് കുറച്ചുകൂടെ ലീഗൽ പ്രൊട്ടക്ഷൻ കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് നിലനിർത്താനും കൂടുതൽ റിസർച്ചിന് വിധേയമാക്കാനും മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഒരുപാടുള്ള സസ്യമാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നോക്കാം. പക്ഷെ ഇത് ഡാറ്റ ഡെഫിഷ്യന്റ് ആകുന്നത് കൊണ്ടാണ്, വേണ്ടതുപോലെ അതിന്റെ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ്.
ഓക്കെ. ആൻഡ് അണ്ടർലൈൻസ് നീഡ് ഫോർ സ്ട്രെങ്തനിങ് എക്സൈറ്റീവ് കൺസർവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ. അപ്പൊ എക്സൈറ്റീവ് കൺസർവേഷൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാം നമുക്ക് ഫോറസ്റ്റിൽ മാത്രം വളരാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിന്റെ റിസർച്ച് നടന്നു വരില്ല. സംടൈംസ് വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഇൻ ടു എക്സൈറ്റീവ് കണ്ടീഷൻ, എന്നിട്ട് അതിന് റിസർച്ച് കൊടുക്കണം, അതിന്റെ ബാക്കിയുള്ള ആഫ്റ്റർ എഫക്ട് നമ്മൾ നോക്കണം. എങ്കിൽ നമുക്കത് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള സൗകര്യം, ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സൗകര്യം, അതിന്റെ ബെനിഫിറ്റ് യൂസ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എക്സൈറ്റീവ് കൺസർവേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. ദെൻ വാലിഡേറ്റ്സ് എ ട്രഡീഷണൽ എക്കോളജിക്കൽ നോളജ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫോറസ്റ്റിലെ അഗസ്ത്യമലയിലാണ് കാനി ട്രൈബ് എന്ന് പറയുന്ന ട്രൈബ് ഉള്ളത്. ആ ട്രൈബിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ ഒരു ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് സ്പീഷീസിന്റെ ഒരു വേരിയന്റ് ആയിരിക്കാം ഒരു പക്ഷേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രഡീഷണൽ എക്കോളജിക്കൽ നോളജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഓഫൺ അവെയർ ഓഫ് അൺഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്തിട്ട് അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇത്രയും റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഒരു പുതിയ സ്പീഷീസ് വരുമ്പോൾ അത് ഹെൽത്ത് ഓഫ് എക്കോസിസ്റ്റം ആണ് കാണിക്കുന്നത്. രണ്ട്, അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്, എസ്പെഷ്യലി ഫാബേസി പോലുള്ള മെഡിസിനൽ റിച്ച് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ. മൂന്നാമത്തത് എക്സൈറ്റീവ് കൺസർവേഷന്റെ റെലവൻസ് കാണിക്കുന്നുണ്ട്. നാല്, ട്രഡീഷണൽ എക്കോളജിക്കൽ നോളജ് നോക്കുന്നുണ്ട്. അതേസമയത്ത് ഇത് കാണിക്കുന്ന മറ്റു ലിമിറ്റേഷൻസ് ആണ് ഗ്യാപ്പ് ഇൻ ഡോക്യുമെന്റേഷൻ, ഡാറ്റ ഡെഫിഷ്യൻ, സ്പീഷീസ് പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കിക്കുക. ഇനി അതേ സമയത്ത് മെയിൻസിന് നിങ്ങൾ പോളിസി ആംഗിൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേ ഫോർവേഡിൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദർ ഇസ് എ നീഡ് ഫോർ ഡെഡിക്കേറ്റഡ് ബോട്ടാനിക്കൽ സർവേ ഫണ്ടിങ്. ബോട്ടാനിക്കൽ സർവേ ഫണ്ടിങ് എന്ന് പറയുന്നതിന്റെ ഒരു ആവശ്യകതയുണ്ട്. ഓക്കെ. കാരണം ബോട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്താണ്, അണ്ടർ ഫണ്ട് ആണ്. കൂടുതൽ ഫണ്ട് കിട്ടുന്നത്, കൂടുതൽ ഫണ്ട് കിട്ടുമ്പോഴാണ് കൂടുതൽ റിസർച്ചിലോട്ട് വരാൻ പറ്റുള്ളൂ. ആൻഡ് ഇന്റഗ്രേറ്റ് ന്യൂ ഡിസ്കവറീസ് ഇൻ ടു NBSAP, നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാനിലോട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മാക്സിമം യൂട്ടിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ആൻഡ് മാൻഡേറ്ററി എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് റിഫോം ടു ഇൻക്ലൂഡ് എൻഡമിക് സ്പീഷീസ് സർവേ. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഇതായിരുന്നു ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വിചാരിച്ചിരുന്ന വേർഡ്. അതായത് ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് പാത്വേ ടണൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എൻവയോൺമെന്റിനെ എങ്ങനെയൊക്കെ ബാധിക്കും, അവിടെയുള്ള എക്കോസിസ്റ്റത്തെ എങ്ങനെ ബാധിക്കും, അവിടെയുള്ള എൻഡമിക് സ്പീഷീസിനെ എങ്ങനെയൊക്കെ ബാധിക്കും, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നിർബന്ധമാണ്. ഓക്കെ. നമ്മൾ മനുഷ്യൻ ഒരു ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ എൻവയോൺമെന്റ് ആൻഡ് ദ എൻവയോൺമെന്റ് ഈസ് ഗോയിങ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ബാക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. സോ ദാറ്റ് ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് മാൻഡേറ്ററി എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. അത് എൻഡമിക് സ്പീഷീസിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ടോട്ടൽ എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റിയും അതിന്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ് എന്ന രീതിയിലുള്ള ഒരു പോളിസി ആംഗിളും വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. സോ ദീസ് ആർ സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ്. ഓക്കെ. ഫൈനലി നമ്മൾ ഇന്നത്തെ ഡിസ്കഷനോട് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് പ്രിലിംസിന് 2 ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വീഡിയോക്ക് താഴെ മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹംബോൾട്ടിയ നൈറിയാന റീസിംഗ് ലിന്യൂസ് ബിലോങ്സ് ടു വിച്ച് പ്ലാന്റ് ഫാമിലി? കൃത്യമായിട്ട് ശ്രദ്ധിച്ചെടുത്ത് കിട്ടും. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശെന്ത്രിനി വൈൽഡ് സാങ്ച്വറി ഈസ് പാർട്ട് ഓഫ് വിച്ച് ബയോസ്ഫിയർ റിസർവ്? ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്ട്ലി എക്സ്പെക്ട് ചെയ്യാം. ഇപ്രാവശ്യം പ്രിലിംസിന്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കോമെന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് മോഡൽ നമുക്ക് കുറച്ചുകൂടെ ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനൊക്കെ ശ്രമിക്കും. ദെൻ ഫൈനലി യു വിൽ ബി വെരി സ്റ്റിക്ക് ഓൺ ടു ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുകയേ ഉള്ളൂ. സോ മേക്ക് ഷുവർ യു ആർ ഹാവിംഗ് എ ഗുഡ് ലേണിംഗ് ഫ്രം യുവർ സൈഡ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. അതിന്റെ മുന്നേ ഒറ്റ കാര്യം, ടെലിഗ്രാം ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിൽ കുറച്ച് റിസോഴ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. സോ താങ്ക് യു. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്.